എന്നാണ് വരുന്നത്. എൻ്റെ പേര് കവിത സജീവൻ. ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ 2019 ഞാനിവിടെ വന്നായിരുന്നു. കൃപാസനം എന്താണെന്ന് അറിഞ്ഞത് യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അപ്പം ഞാനിവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വിസയുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഉടമ്പടി എടുക്കണം, ഇങ്ങനെ ഇച്ചിരി ഇതെല്ലാം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാം അമ്മയ്ക്ക് അറിയണമെന്നല്ലേ ഇവിടുന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് പോവുകയാണെന്ന് പറഞ്ഞു. പോയി 4ാമത്തെ ദിവസം തന്നെ റിജക്റ്റായ വിസയാണ് എൻ്റെ ഭർത്താവിൻ്റെത്. ഖത്തറിലേക്കാണ്. ഞങ്ങൾ ആദ്യം കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയിട്ട് വന്നതാണ്. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് വിളി വന്നു, വിസയൊക്കെ റെഡിയായിട്ടുണ്ട്, സജീവൻ ഏത് സമയം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് പോയിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് മോനൊരു ചെറിയൊരു അസുഖം, ലുക്കീമിയ ബാധിച്ചു. അത് കാരണം ഹസ്ബൻഡ് തിരിച്ചു വരേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞത് 20% ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. MCCയിലാണ് കാണിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു, എവിടെയാക്കിയാൽ നിങ്ങൾക്ക് ആരോടൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ മോനെ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കണ്ട, കൃപാസനത്തിൽ പോവുക, അമ്മയെ കാണുക, അവിടെ അച്ഛനെ ഒന്ന് കാണുക. അപ്പം ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അത് ഇഷ്യൂ ആവുമോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് എൻ്റെ ദൈവം, എന്നെ വഴി നടത്തിയ ദൈവം എൻ്റെ ഈശോയാണ്, എൻ്റെ അമ്മയാണ്, നിങ്ങൾ പോവണം. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരോടും. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം ഞങ്ങൾ എന്തു പറയുന്നുവോ മക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതെനിക്ക് പറ്റാറില്ല. അങ്ങനെ ഞാൻ പറയും, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, അച്ഛന് മാത്രമേ അത് കഴിയുള്ളൂ, ഞങ്ങൾക്കൊന്നും കഴിയില്ല. ഞാൻ പ്രതികരിച്ചു പോവും, അതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു, മകനെ കൊണ്ടുവന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, മോൻ ഹോസ്പിറ്റലാണുള്ളത്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എല്ലാം അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ഫോട്ടോ ഇങ്ങോട്ടേക്ക് അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം, നീ സങ്കടപ്പെടരുത്, നീ പോയിട്ട് വാ, സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഉടമ്പടി തൈലും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, പുറത്തുള്ള ഒരു സാധനം കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഉടമ്പടി തൈലം, തേന്, ഉപ്പിട്ടാണ് കുട്ടി കുളിക്കാറ്. ഇതെല്ലാം ഞാൻ അവന് കൊടുത്തു. അത് ഡോക്ടർ വരുമ്പോഴേക്കും അവൻ കുളിച്ച് ഫ്രഷായി അവിടെ ഇരിക്കും. അപ്പം ഡോക്ടർ ചോദിക്കും, എന്താ പറ്റിയേ? ഒന്നുമില്ല, നല്ല ഹാപ്പിയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോനെ എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇപ്പം ഡോക്ടർ പറയുന്നത് എന്താണ് അഭിജിത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യമല്ല എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ അന്ന് ഡോക്ടറോട് ചോദിച്ചായിരുന്നു, ഡോക്ടറെ എൻ്റെ മോനെ ജീവൻ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിയേ പറ്റും, മജ്ജ മാറ്റി വെക്കണം, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എൻ്റെ വീട് വെക്കാൻ ഞാൻ തയ്യാറാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുക. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങളോട്, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് മെറിക്കലായിട്ട് സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മാതാവിനോട്, എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോനെ എൻ്റെ ഈശോ, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇനി ഒന്നും പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, 1 കൊല്ലം 6 മാസവും കഴിഞ്ഞു. 6ാമത്തെ മാസമാണിത്. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ ഇച്ചിരി വൈകി, അതിനിടയിൽ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് പറയണമെന്ന് വെച്ചാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കൃപാസനത്തിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ എന്തും ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഞാൻ അത് തിരുത്തിപ്പോയി. അതിന് എനിക്ക് ഒരുപാട് ശിക്ഷ ദൈവം എൻ്റെ മാതാവ് തന്നു എന്നും എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സാക്ഷിയിൽ അത് വളരെ വേദന തോന്നി. കാരണം അമ്മയുടെ പടം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ പടം ഞങ്ങളൊരു സമുദായത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവിടെ വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ സെപ്പറേറ്റായിട്ട് റൂമിൽ വെച്ചാണ് അമ്മയെ പ്രാർത്ഥിക്കാറ്. ആ റൂമിൽ നിന്ന് അമ്മയുടെ പടം കത്തിപ്പോയി. അതെങ്ങനെ കത്തിയെന്ന് ചോദിച്ചാൽ
കറണ്ട് സ്പാർക്കായതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. 2 ദിവസമായിട്ട് നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം. നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണെന്ന് അവിടെ നടത്തിയത് അതല്ലായിരുന്നു വേണ്ടുന്നത്. എൻ്റെ അമ്മയാണ് ഞാൻ പോയി കാണേണ്ടത്. അത് ഞാൻ ചെയ്തില്ലല്ലോ. അതിന് ഞാൻ മാപ്പ് പറയണം എനിക്ക് അവൻ്റെ അമ്മയടുത്ത് വന്നിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. എല്ലാത്തിനും ഞാൻ അമ്മയോട് മാപ്പ് പറയുന്നു വരാൻ താമസിച്ചതിൽ. പക്ഷേ എൻ്റെ മോനെ തന്നതിലും പിന്നെ എൻ്റെ മോൻ അവിടുത്തെ 1 വർഷം പോയത് കൊണ്ട് കോളേജിൽ പഠിക്കുകയാണ്, KMCT പഠിക്കുകയാണ്, ബയോമെഡിക്കലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 1 വർഷം പോയതുകൊണ്ട് അവിടെ നിന്ന് കോളേജിൽ നിന്ന് സാറ് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം അങ്ങ് പോയില്ലേ, ഇനി ആദ്യം പുതിയ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകണം കോഴിക്കോട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഇവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, നീ അവൻ്റെ കൂടെ പോയിക്കോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പോകാൻ തയ്യാറാണ്. വേറൊരു കോളേജിലേക്ക് ഇവൻ അഡ്മിഷൻ കിട്ടി. അത് മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇത്ര വരെ എൻ്റെ അമ്മ എനിക്ക് തന്നില്ലേ, ഇനി അങ്ങോട്ട് തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. സങ്കടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ മോന് അസുഖമാണെങ്കിലും ഞാൻ കരയുന്നൊന്നുമില്ല, സങ്കടപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ദൈവം തന്നത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവത്തിനൊരു ഹിതമുണ്ട് ഞങ്ങളെക്കൊണ്ട്. അത് മാത്രം നടന്നാൽ മാത്രം മതി. ആ ഒറ്റ ചിന്താഗതി ഇന്നും ഞാൻ നിൽക്കുന്നത് ഇവിടെ. അപ്പം ഇവരും എന്നോട് എൻ്റെ മോൻ പറഞ്ഞു അമ്മേ എനിക്കിനി അവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടി 45,000 രൂപ അവിടെ കൊണ്ടുപോയി അടച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ കല്ലേശ്ശേരി കോളേജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ മോനെ സ്പോട്ടിൽ കിട്ടുമോ? അമ്മ അതൊന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു നോക്ക്, കൊടുത്ത് നമ്മൾ അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും മോനെ, നീ സങ്കടപ്പെടരുത്. അപ്പോൾ അവൻ അങ്ങ് പോയി. അവിടെ പോയപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞു 20 പേർക്ക് ഉള്ള സീറ്റ് അല്ല 2 പേർക്കുള്ള സീറ്റാണ്. 20 കുട്ടികൾ അവിടെയുണ്ട്. ഇന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് അത് എന്നെക്കൊണ്ടാ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ഇവിടെ 2 സീറ്റേ ഉള്ളൂ, 20 കുട്ടികളും ഉണ്ട്. ഞാൻ പറഞ്ഞു അമ്മ നിനക്കൊരു സീറ്റ് അവിടെ വാങ്ങി തന്നു. അത് പറഞ്ഞതും ഇവനെ സാറ് വിളിച്ച് കൊണ്ടുപോയതും അവൻ ആ സീറ്റ് ഉറപ്പിച്ചു. 1 രൂപ പോലും കൊടുക്കാതെ, 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കോഴിക്കോട് 45,000 രൂപ അടച്ചു. ആ പൈസ ഒരു 5 പൈസ പോലും കട്ട് ചെയ്യാതെ അവർ ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അപ്പോൾ അതില്ലാത്ത ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഒരു പ്രതിസന്ധിയിൽ എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെയാണല്ലോ എന്ന് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ബ്രസ്റ്റിനൊരു മുഴയുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ അത് ക്യാൻസറാകാൻ വഴിയുണ്ട് കേട്ടോ കവിത. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ വഴിയുണ്ടോ ഡോക്ടറെ? ഒരുപാട് സാധനങ്ങൾ ഞാൻ സഹിച്ചു, ഇനിയും ഉണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞേ നീ പേടിക്കണ്ട, എന്നാലും ബയോപ്സി നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിൻ അയക്കാം. ഞാൻ പറഞ്ഞേ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്നെക്കുറിച്ച് പേടിയില്ല, എൻ്റെ മക്കളെക്കുറിച്ച് ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ നീ പേടിക്കൊന്നും വേണ്ടടി. ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, ബയോപ്സിനായിട്ടു. അതിൻ്റെ റിസൾട്ടും വന്നു, എല്ലാം നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അതുപോലെ തൈലവും ഉപ്പും അതൊരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിയല്ല. കാരണം തൈലം തീരാനാകുമ്പോൾ ഞാൻ എന്തായാലും ഒലീവ് ഓയിൽ ഇച്ചിരിയും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് തൈലം കൂട്ടി വെക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആ ഉപ്പും തൈലം ഒഴിഞ്ഞു പോകരുതെന്നുള്ള ധാരണയിൽ അത് എപ്പം കൂടെയുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ മോനാണ്. എൻ്റെ മോൻ എനിക്ക് തന്ന ദൈവത്തോടും എൻ്റെ അമ്മയോടും ഇതെൻ്റെ ഭർത്താവാണ്. ഇവരോട് എല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഇനിയും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. കവിത, കൃപാസനത്തിൽ വന്ന ശേഷം എത്രാമത്തെ ദിവസമാണ് മകൻ സുഖപ്പെട്ടത്? ഒരാഴ്ച ആയിട്ടില്ല. അപ്പോഴേക്കും റിസൾട്ട് വന്നായിരുന്നു. റിസൾട്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, പിന്നെ എന്താണെന്നറിയില്ല, അന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് റിസൾട്ട് ഞങ്ങളെ കൈവശം തരുന്നില്ല. അപ്പോൾ ഇവർ പിന്നെയും പോയി ചോദിച്ചു എന്താ എൻ്റെ മോന് സംഭവിച്ചത്? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെയും ഇവർ 3 തവണ പോയി ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങളെ മോൻ്റെ റിസൾട്ട് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ ഇവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നാൽ ഇല്ല. അപ്പം എൻ്റെ അത്ര പോലും ധൈര്യം ഇവർക്കില്ല, ഇതില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ടായോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് അഭിജിത്തിൻ്റെ റിസൾട്ട് തന്നെ. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ആ ഡോക്ടറും വിളിച്ച് അവിടെ നിന്നൊക്കെ വിളിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. മോൻ്റെ കൊടുത്തപ്പോൾ മോന് സന്തോഷമാണ്? സന്തോഷം, സന്തോഷം. മുന്നോട്ട് നോക്കി പറ. സന്തോഷം. കർത്താവ് സുഖപ്പെടുത്തി. നീ എന്താ വിശ്വസിക്കുന്നത്? എൻ്റെ കാണുക
ഇവരും ചുറ്റും അമ്മയും ഉണ്ടായിനി. അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു എന്ന് പറയാം. എൻ്റെ കാണത്തക്ക എൻ്റെ സൈഡിൽ എൻ്റെ അമ്മ, പ്രപഞ്ചത്തിൽ അമ്മ പറയുന്ന അമ്മേ, ഞാനല്ലേ കീമോ കഴിഞ്ഞ് പുറത്തിറങ്ങി ക്ഷീണമായി കിടക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജനലിൻ്റെ അടുത്തൊക്കെ അമ്മയുണ്ടാവും. പക്ഷെ എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് തുറന്നാൽ നോക്കൂല, പേടിച്ച്. അപ്പം ഞാൻ പറയും, മോനെ നീ എന്തിനാ പേടിക്കുന്നു, എനിക്ക് അമ്മേനെ കണ്ടൂടെ. അമ്മ എനിക്കത് പേടിയാവുന്നു അമ്മേനെ കാണുമ്പോൾ. പിന്നെ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജനലിൻ്റെ അടുത്ത് പിന്നെ ഒന്നുമില്ല. കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് കൂടിയാണ്. കവിതയുടെ ആഴമായ ദൈവത്തിലുള്ള വിശ്വാസം, തുറന്നുള്ള വിശ്വാസം. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ രക്ഷപ്പെടും എന്നുള്ളത്. 20% പോലും സ്കോപ്പില്ലാത്ത മകനെയാണ് പരിശുദ്ധമ്മ സൗഖ്യപ്പെടുത്തത്. എൻ്റെ മോൻ്റെ കൂടെ 10 പേരുണ്ടായിരുന്നു. അതിൽ 3 പേര് മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. എല്ലാവരും എൻ്റെ പ്രായക്കാർ. അപ്പോൾ ഞാൻ എപ്പോഴും പോയി ചോദിക്കും കുട്ടികളോടെല്ലാം, അവരെ അമ്മമാരോടൊക്കെ പോയി ചോദിക്കും, അവനെങ്ങനെയുണ്ട്, ഇവനെങ്ങനെ അമ്മയുടെ ആദ്യമായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ സിസ്റ്റർമാർ പറയും, ചേച്ചി അങ്ങനെ അടുത്ത റൂമിൽ നിന്ന് പോവരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ എനിക്കെന്നാലും ഒരു ഭയങ്കര ഭയപ്പാട്. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തെ പറ്റിയെല്ലാം അവരോടൊക്കെ പറയും. പക്ഷേ എൻ്റെ തൈലം തീർന്ന സമയത്ത് അവിടെയുള്ള ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചേച്ചി കൃപാസനത്തിലാണ് പോക്കുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ഒരു തവണ പോയായിരുന്നു. ഞാൻ പോകുന്നുണ്ട് ചേച്ചി, നാളെ തൈലം കഴിഞ്ഞു എൻ്റെ. എന്ന് ഞാൻ പറഞ്ഞു, എനക്കൊരു ഉപ്പും തേനും കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചു. തൈലത്തിന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, കാരണം ഇതിൽ ഉടമ്പടി എടുത്താൽ മാത്രമേ തൈലം കിട്ടത്തുള്ളൂ. അപ്പം അന്ന് അവർ പറഞ്ഞു, തരാം ചേച്ചി, ഞാൻ പോയിട്ട് ലോക്കറ്റും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, ഇവിടെ ഉടമ്പടി എടുത്ത് എന്തോന്ന് എനിക്കറിയില്ല. 2 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോകുന്നത്. എനിക്കൊരു കവർ തന്നു. ആ കവറിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഉടമ്പടി തൈലമാണ്. ഞാൻ ആഗ്രഹിച്ചത് തൈലത്തിനാണ്. ആ തൈലം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം നിങ്ങൾക്ക് വേണ്ട ഈ തൈലം അത് ചേച്ചിക്കുള്ളതാണ്. അപ്പം ഞാൻ സമാധാനത്തിൽ നിന്ന്, മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കത് തൃപ്തിയായി. പ്രിയമുള്ളവരെ, കൃപാസനം മാതാവ് സഞ്ചാരി മാതാവാണ്. കവിത ഇവിടെ വന്ന് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. മകൻ്റെ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കരത്തിൽ കൊടുത്തു. അച്ഛൻ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താ അച്ഛൻ പറഞ്ഞത് കവിത? സമാധാനത്തോടെ പോയിക്കോളൂ, സമാധാനത്തോടെ പോയിക്കോളൂ, എല്ലാം അമ്മയെ ഏറ്റിരിക്കുകയാണെന്ന്. എല്ലാ കാര്യങ്ങളും അമ്മയെ ഏൽപ്പിക്കും. ഞാൻ അന്നും ആ സന്തോഷത്തോടെയാണ് എൻ്റെ മോൻ്റെ അസുഖത്തെ ഞാൻ സ്വീകരിക്കുന്നത്. എല്ലാവരും ചോദിക്കും, സങ്കടപ്പെട്ട് എല്ലാവരും ദുഃഖം പിടിച്ചായിരിക്കുക, കാരണം അസുഖത്തിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറയും, ഇതെല്ലാം ഇപ്പം എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടും. ഒരു മകനെ വീട്ടിലെങ്ങനെയാണ് വന്നിരിക്കുക, അതുപോലെ എന്നെ നോക്കിയിട്ടിരിക്കുക. ഞാൻ പക്ഷേ അവരോടെല്ലാം കൂളായിട്ട് സംസാരിക്കും, പറയും അവക്കത്ര വിഷമമൊന്നും ഇല്ല കേട്ടാ, എന്തിനാ ഞാൻ വിഷമിക്കുന്നത്, എൻ്റെ കൂടെ ആരാ ഉള്ളേ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ, ഞാൻ ഒരു തരത്തിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എപ്പോൾ മോനോട് പറയും, മോനെ നീ പേടിക്കണ്ട, നിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ശക്തിക്കും നിന്നെ തളർത്താൻ പറ്റൂല, നിന്നെ ഉയർത്തിയ ദൈവം നിന്നെ ഇനി ഇതിലും മുകളിൽ ഉയർത്തും എന്ന് മാത്രമേ ഞാൻ അവനോട് പറയുള്ളൂ. ഇപ്പം നന്നായിട്ട് കൈയടിച്ചു നന്ദി പറയുക. പക്ഷെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കരഞ്ഞത് മുഴുവനും എൻ്റെ അമ്മയാണ്, പക്ഷേ അമ്മയുടെ പുറകിൽ മാതാവുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴെല്ലാം അമ്മയെ കാണുന്നു, കണ്ണ് തുറക്കുമ്പോഴാണ് എനിക്ക് പേടിയായിട്ടാണ് തുറക്കാതിരുന്നത്. പക്ഷേ സഞ്ചാരി മാതാവ് ഇവന് ചുറ്റും കവചം തീർത്ത്, രക്ഷയുടെ കവചം തീർത്ത് കൂടെയുണ്ടായിരുന്നു. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കനായിലെ കല്യാണ വിരുന്നാണ്. അതായത് വീഞ്ഞു തികയാതെ വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ എവിടെ കുറവുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ എവിടെ പോരായ്മയുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് നിനക്ക് വിഷമമുണ്ടോ, അവിടെ പരിശുദ്ധ അമ്മ ഇടപെടും. എനിക്ക് പൈസക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തോരം കാശ് വേണമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ വരുന്ന പണത്തിന് അതെനിക്കറിയില്ല. ഞാൻ അമ്മയോട് പറയാം, അമ്മ എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ അയക്കുന്ന പൈസ, എൻ്റെ ഫാമിലിയിൽ തരുന്ന പൈസയൊക്കെ ഒരു കാര്യത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ആഹാരം പോലും ഡോക്ടർ പറയുന്നതിൽ വേവിച്ച, സ്വന്തമായിട്ട് വീട്ടിൽ വേവിച്ച ആഹാരം മാത്രമേ കൊച്ചിന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കവിത എന്ന് പറയും. അപ്പം ഞാൻ പറയാം, ഇവനാണെങ്കിൽ അത് കഴിക്കത്തുമില്ല, ഇവ ഈ കീമോ കഴിഞ്ഞ് ഒരു ആഹാരം കഴിക്കത്തില്ല. അപ്പോൾ ഇവന് ഇഷ്ടമുള്ള ആഹാരം ഫാസ്റ്റ് ഫുഡ്, മറ്റുള്ള ഫുഡെല്ലാം ഇവന് ഇഷ്ടമുള്ള ആഹാരം. അപ്പം ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് ഇവനൊരു വിഷമം. അപ്പം ഞാൻ പറയും, ഇവൻ കഴിക്കാതെ ഇരുന്നാൽ ഇവൻ്റെ അച്ഛന് വിഷമാവും. അപ്പം അച്ഛൻ പറയും, അയ്യോ അവൻ കഴിച്ചിട്ടില്ല, അവൻ എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് എവിടെ വേണമെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കാൻ തന്നെ. അവൻ ഫാസ്റ്റ് ഫുഡായാലും ഞാനത് വാങ്ങിച്ച് ഇവന് കൊണ്ടു കൊടുക്കും. പക്ഷേ അതിന് മുന്നേ ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, അമ്മയുടെ തേൻ.
പിന്നെ അതിൽ അപ്പുറം വേറെ ഒന്നുമില്ല. എന്ത് വിഷം ഉണ്ടെങ്കിലും ആ തേനിലൂടെ മാറും എന്ന് ഞാൻ പറയും. അപ്പോൾ ആ തേന് കൊടുക്കും. അപ്പോൾ എല്ലാവരും മറ്റുള്ള റൂമിലുള്ളവരെ കൊച്ചിന് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ചേച്ചി? ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അത് അവന് വിശക്കുന്ന അവനതേ കഴിക്കുന്നുള്ളൂ, പിന്നെ എന്താ ചെയ്യണ്ടേ? അങ്ങനെ പോലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോനെ എൻ്റെ മാതാവ് കാത്തു. സജീവൻ്റെ കൊടുത്തപ്പോൾ സജീവൻ സന്തോഷമാണ്. ആ, സജീവൻ എന്താ പറയാനുള്ളത്? ഈ മോനെ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. വന്നിട്ട് 2-ാം ദിവസം ഞാൻ ഇവിടെ എത്തി. ഇവിടെ അന്ന് എനിക്ക് ഈ പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ആട്ടിന് ഒരു ഇത് കഴിഞ്ഞതാണ്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പം ഋതുവികളൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മറച്ചു വെച്ചിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ടാണ് അന്ന് അച്ഛനെ കണ്ടത്. മോൻ്റെ കാര്യം പറയാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ അച്ഛനോട് സംസാരിച്ചതും അച്ഛനെ ഫോട്ടോ കാണിച്ചതും. അച്ഛൻ എന്നോട് പറഞ്ഞത്, നീ പോട്, അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് 1.5 വർഷത്തോളമായി മോനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നലെ ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണ്. അപ്പം ഇനി അങ്ങോട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ തന്ന ജീവനാണ് അവൻ്റെത്. അപ്പം ഇത്രയും തന്നതിന് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് പറയട്ടെ. ഈ കുടുംബത്തിന് സന്തോഷത്തിന് ദിവസമാണത്, ആനന്ദമാണത്. പരിശുദ്ധ നേരിട്ട് ഇവരെ സ്പർശിച്ച് കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയ ദിവസമാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകയില്ല. നിൻ്റെ സങ്കടങ്ങളും വേദനകളും രോദനങ്ങളും വിഷമതകളും കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന് കാതുകൾക്ക് മന്ദ ഭാവിച്ചിട്ടില്ല. അതേ ദൈവം സൗഖ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാക്ഷ്യം ഇപ്പോൾ കേൾക്കുന്നവർ ജീവിത ദുരിതങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, വേദനകൾ എല്ലാം ഈ സാക്ഷ്യത്തോടൊപ്പം ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ.